നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ട് സ്വന്തമായി തയ്യാറാക്കിയ പാട്ടാണ് കേട്ടോ. അത് ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു എനിക്ക്. അങ്ങനെ 12 മണിയാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഓൾറെഡി വരും നമ്മളെല്ലാ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് 12 പോയി കേക്ക് കട്ട് ചെയ്യാറുള്ളതായിരുന്നു. സോ അവർ പെട്ടെന്ന് വന്നു, 2-3 ബലൂണൊക്കെ സെറ്റാക്കി ഇട്ടിട്ട് നമ്മൾ പയ്യനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു സത്യം പറഞ്ഞു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് രാത്രി മുഴുവനാണ് ഞാൻ കേക്ക് കെട്ടിയാണെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരുന്ന് പുള്ളിക്കാരൻ അങ്ങ് സമയമായിപ്പോൾ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ, പാവമ്പിനെ വിളിച്ചിട്ടൊന്നും എണ്ണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ചേർന്ന് എനിക്ക് ഫേവറേറ്റ് സർപ്രൈസ് ഗിഫ്റ്റും കൂടി തന്നു കേട്ടോ. ആർക്കും അത് മനസ്സിലായില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പോയതിന് ശേഷം കയ്യിലും എനിക്ക് ഗിഫ്റ്റ് തന്നു. ഫസ്റ്റ് ഈ പെർഫ്യൂമാണ് എടുത്തുകൊണ്ട് തന്നത്. നല്ല മണമായിരുന്നു. നല്ല സ്കിൻ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ആൻഡ് ദിസ് വാസ് ടോട്ടലി സർപ്രൈസ്. ഓക്കെ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ചുമ്മാ ബ്രേക്കിംഗ് സ്റ്റോക്കിൽ വെറുതെ കയറി നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിരുന്ന ഒരു ചപ്പലായിരുന്നു. അത് കയ്യിലും എനിക്ക് സർപ്രൈസ്ഡായിട്ട് മേടിച്ചു തന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത്. ഞാൻ വിചാരിച്ചതേ ഇല്ല ഈ സാധനം മേടിച്ചു തരും, നോക്കി വെച്ചിട്ടൊക്കെ മേടിച്ചു തരുമെന്ന്. എനിവേ എല്ലാവരും എന്നെ വിഷ് ചെയ്തവർക്ക് താങ്ക് യു സോ മച്ച്.